എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് CGLൻ്റെ മറ്റൊരു ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വരണം വന്നിരിക്കുന്നത്. ടയർ 1 എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മളൊരു സീരീസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിന്നിപ്പോൾ സെപ്റ്റംബർ 10 ചോദിച്ച ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നില്ല. ഡിഫറൻ്റ് ആയിട്ട് വരുന്നതും ലോജിക്കുകൾ അറിഞ്ഞിരിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായിരിക്കും ഞാൻ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, സമയം കളയുന്നത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യാം, വെൻ ഡയഗ്രാം വരയ്ക്കും അല്ലേ, വെൻ ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സം ബോക്സസ് ആർ കാർട്ടൂൺസ്. ഓക്കെ, സം ബോക്സസ് ആർ കാർട്ടൂൺസ് അല്ലേ, വെൻ ഡയഗ്രാം വരയ്ക്കുവാണ്. സം ബോക്സസ് ആർ കാർട്ടൂൺസ്. ഓൾ കാർട്ടൂൺസ് ആർ പേപ്പേഴ്സ്. ഓക്കെ, ഓൾ കാർട്ടൂൺസ് ആർ പേപ്പേഴ്സ്. സം കാർട്ടൂൺസ് ആർ യുടെൻസിൽസ് എന്ന് പറയുന്നുണ്ട്. സം കാർട്ടൂൺസ് ആർ യുടെൻസിൽസ് എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളവിടെ വരയ്ക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരയ്ക്കേണ്ടി വരും. നോക്കട്ടെ, ഇപ്പോൾ കാർട്ടൂൺസ് ഇത്രയും വലുതാക്കി വരയ്ക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബോക്സസ് ഇവിടെ വരയ്ക്കാം, അതുപോലെ തന്നെ യുടെൻസിൽസ് ഇവിടെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഓൾ കാർട്ടൂൺസ് ആർ പേപ്പേഴ്സ് നമുക്ക് വരയ്ക്കാം. കാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെൻ ഡയഗ്രാമായിട്ടാണ് വരുന്നത്. നമ്മൾ സാധാരണ ഒരു കണക്ട് ചെയ്ത് വരച്ചു പോകുന്നതിലല്ല വന്നിരിക്കുന്നത്, ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കൺക്ലൂഷൻ, നോ ബോക്സ് ഇസ് യുടെൻസിൽസ് എന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളിത് കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രശ്നം, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല, നോ റിലേഷൻ ആണെന്നാണ് പലരും തെറ്റിദ്ധരിക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ കൺക്ലൂഷൻ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. അത് ഫോളോ ചെയ്യില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇത് തമ്മിൽ നമ്മുടെ റിലേഷൻ പറയുന്നത് അൺനോൺ റിലേഷൻ എന്നാണ് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോക്സും യുടെൻസിൽസും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സം റിലേഷൻ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഓൾ റിലേഷൻ വരാം, നോ റിലേഷൻ വേണമെങ്കിൽ വരാം. പക്ഷെ കൃത്യമായിട്ടും നമുക്ക് അറിയില്ല അവർ നമ്മൾ എന്താണ് റിലേഷൻ. അങ്ങനെ രണ്ടുപേരും നമ്മുടെ റിലേഷൻ അറിയില്ലെങ്കിൽ അവർ നമ്മൾ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കൺക്ലൂഷൻ അവിടെ ഫോളോ ചെയ്യത്തില്ല. സെക്കൻഡ് വരുമ്പോൾ സം പേപ്പേഴ്സ് ആർ യുടെൻസിൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പേപ്പേഴ്സും യുടെൻസിൽസും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ രണ്ട് വെൻ ഡയഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സം റിലേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ സം യുടെൻസിൽസ് ആർ പേപ്പേഴ്സ് എന്നും പറയാം, സം പേപ്പേഴ്സ് ആർ യുടെൻസിൽസ് എന്നും പറയാം, രണ്ടും പറയാൻ പറ്റും. അതുകൊണ്ട് സെക്കൻഡ് കൺക്ലൂഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലി 2 ഫോളോസ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഫസ്റ്റ് കൺക്ലൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഫോളോ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു സാധനം പ്രത്യേകം ശ്രദ്ധിക്കുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നെഗറ്റീവ് ഫോളോ ചെയ്യത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചില ഓപ്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള മാത്രം നിങ്ങൾ കൺക്ലൂഷൻ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സീരീസിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എടുക്കാറില്ല, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ലോജിക്കുകളൊക്കെ വരുന്ന ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിവിടെ നോക്കുക, കുറച്ച് ലോജിക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് സെക്കൻഡ് ഫിഗറിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്താണ്, കെ ദാ ഇവിടെ വരുന്നു അല്ലേ, കെ ദാ ഇവിടെ വരുന്നു, എക്സ് അവിടെ പോകുന്നു, മുകളിൽ പോകുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മാറിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത്, ഫസ്റ്റിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ചേഞ്ച് ആണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഡബ്ല്യു ഇതാ ഇവിടെ വരുന്നു, 2 ഇതാ ഇവിടെ വരുന്നു, എൽ എവിടെ പോകുന്നു, ഇതാ ഇവിടെ പോകുന്നു, 8 എന്ത് ചെയ്യുന്നു, ഇതാ ഇവിടെ വരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ സെക്കൻഡ് ഫിഗറിന് തേർഡിലേക്ക് പോവാണ്. സെക്കൻഡ് ഫിഗറിന് തേർഡിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഈ ഒരു മാറ്റമല്ല വേറൊരു മാറ്റം വന്നിരിക്കുന്നത് അല്ലേ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകാരും, ദാ 8 ഇവിടെ ഇരുന്നത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, എൽ ഇങ്ങോട്ട് പോയി, 2 ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് കെ കാണാനില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ് ഇതാ ഇവിടെ വരുന്നു, ഡബ്ല്യു ഇതാ ഇവിടെ പോകുന്നു. കെ കാണാനില്ല, കെക്ക് പകരം ടി വന്നു. ഓക്കെ, കെക്ക് പകരം ടി വന്നു. അവിടെ ഇരുന്ന ആൾ മാറി. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. നോക്കി, എക്സ് ഇതാ ഇവിടെ വരുന്നു, ഡബ്ല്യു ഇവിടെ ഇരുന്ന് അങ്ങ് പോയി, എൽ ഇപ്പുറത്തോട് ചാടി, 2 ഇപ്പുറത്തോട് ചാടി, 8 എടുത്ത് ഇപ്പുറത്തോട് ചാടി. അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട്. കണ്ടോ, അടുത്തേക്ക് ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കുക, ടിയും ഡബ്ല്യൂയും ഇതാ ഇങ്ങനെ പൊസിഷൻ മാറുന്നുണ്ട് അല്ലേ, ടിയും ഡബ്ല്യൂയും പൊസിഷൻ ഇങ്ങനെ മാറുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൽ ഇങ്ങോട്ട് വരുന്നു, 2 ഇരുന്ന് ഇവിടെ വന്നു, എക്സ് ഇരുന്ന് ഇവിടെ പോയി, 8 ഇരുന്ന് ഇവിടെ പോയി.
അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സെയിം സാധനം വന്നിരിക്കുന്നത് അല്ലെ. ഫസ്റ്റിൽ സംഭവിച്ച അതേ സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങോട്ട് മാറാനും ഇവിടെ നിങ്ങോട്ട് മാറാനും സെയിം സംഭവം, സെയിം പാറ്റേൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങോട്ട് മാറുന്നതും ഇവിടെ നിങ്ങോട്ട് മാറുന്നതും സെയിം ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് പാറ്റേൺ ചെയ്തോ അത് തന്നെ ഇവിടെ മാറ്റം സംഭവിക്കാം. അതായത് എക്സ് ഇതാ ഇവിടെ 8 വന്നില്ലേ, 8 എന്ന പൊസിഷനിൽ. അപ്പോൾ ടി എവിടെ വരണം? ദാ ഇവിടെ വരണം. ടി ഇതാ നടുക്ക് വരുന്നു. അടുത്ത് 8 ചാടി കയറി ഇവിടെ ഇരുന്നാ പറഞ്ഞത്. അപ്പോൾ 2 ചാടി എവിടെ വരണം? ദാ ഇവിടെ വരണം. ഇനി ഇവിടെ നിന്ന് ഡബ്ല്യു ഏറ്റവും മുകളിൽ പോയത് ഇവിടെ എക്സ് ഇരുന്ന എവിടെ പോയും മുകളിൽ പോകും അല്ലേ. അത് കഴിഞ്ഞ് 2 എല്ലാം അങ്ങോട്ട് മാറി, അത് 8 എല്ലാം അങ്ങോട്ട് മാറും. അപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ 8 ആയിട്ട് മാറും. ഇവിടെ ഇരുന്ന ആൾ ഡബ്ല്യു ആണ്. ഡബ്ല്യൂവിന് ഒരു മാറ്റം സംഭവിക്കും. ഡബ്ല്യു മാറ്റി വേറെ ആരെങ്കിലും വരും. ആരും നമുക്കറിയില്ല, മാറി വരും. അപ്പോൾ ഇത്രയും കാര്യം സെയിം ആയിട്ട് വരുന്നുണ്ടോ നോക്ക്. ഇവിടെ നോക്കുമ്പോൾ എക്സ് വരുന്ന 2 ആൾക്കാരുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് L8 ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് T2 വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ഇരുന്ന ആൾ മാറിയിട്ടുമുണ്ട്. നമ്മുടെ ആൻസർ ഏതായിരിക്കും? ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കണ്ടോ. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേഞ്ച് വരുന്നുണ്ട്. ഇതും തമ്മിൽ ക്ലിയർ ചെയ്യാം. ഇത് ഇങ്ങോട്ട് മാറുന്നതും ഇത് ഇങ്ങോട്ട് മാറുന്നതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് മാറുന്നതും ഇതിവിടെ ഇങ്ങോട്ട് മാറുന്നത് എന്തായിരിക്കണം? സെയിം ആയിട്ട് വരണം. അത് മനസ്സിലാക്കിയെടുക്കണം. എല്ലാം ഒരുപോലെ എല്ലാം മാറി വന്നിരിക്കുന്നത്. എല്ലാത്തിലും ഒരേ മാറ്റമാണെങ്കിൽ നമുക്ക് ആ മാറ്റം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു. ഇത് അങ്ങനെയല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതും സെയിം ആകുമ്പോൾ ഇതും സെയിം ആകണം. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു മാറ്റം സംഭവിക്കാം. ഓക്കെ, പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കുക. കാരണം ലെറ്റേഴ്സ് എങ്ങോട്ട് മാറുന്നു, എങ്ങനെ മാറുന്നു എന്നൊക്കെ പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കുകളാണ് ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത്. പലപ്പോഴും പല ഷിഫ്റ്റുകളിൽ നമ്മൾ നോക്കുമ്പോൾ സെയിം ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ലോജിക്കുകളൊക്കെ വരുന്നുണ്ട്. അത് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ലോജിക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലോജിക്കുകളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വേർഡ് ഞാൻ എടുക്കുമ്പോൾ ബെല്ലാണ് വേർഡ്. അതിന് MKFA എന്ന് പറഞ്ഞാണ് കോഡ് തന്നിരിക്കുന്നത്. അതുപോലെ ഒരെണ്ണോട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ബോണ്ട് തന്നിട്ടുണ്ട്. ബോണ്ടിന് EMPA എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചോദിക്കുന്ന ബ്ലൂവിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്ലൂ. ഇവിടെ നോക്കാം, ബെല്ല് നമ്മൾ നോക്കുമ്പോൾ BM തമ്മിൽ ഞാൻ നോക്കുകയാണെങ്കിൽ റിലേഷൻ നോക്കുന്ന സമയത്ത് BM തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ബിക്ക് അതേ റിലേഷൻ അല്ല വന്നിരിക്കുന്നത്, ബിക്ക് E ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരെ താഴെയല്ല ലോജിക്ക് അല്ലേ, നേരെ താഴെയല്ല. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും വരുന്നത് നിങ്ങൾക്ക് നോക്കാം. വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ B ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും B ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പോൾ 2 എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് 2 B വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന്. മറ്റേ നമ്മൾ ഓരോന്ന് എവിടെ പോയി വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ B ഇവിടെ ഉണ്ട്, A ഉണ്ട്. B എന്നൊരു ലെറ്റർ പുറകിലോട്ടാണ് A എടുത്തിരിക്കുന്നത് അല്ലേ. അതുപോലെ B എന്നൊരു ലെറ്റർ പുറകിലോട്ടല്ല A എടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം അത് -1 ആണ്. അടുത്ത് ഈ നെഫിലേക്ക് നോക്കിയേ, ഈ നെഫിലേക്ക് വരുമ്പോൾ +1 ആണ് കണ്ടോ. L നിന്ന് Kയിലേക്ക് -1 ആണ്. L നിന്ന് Mയിലേക്ക് +1 ആണ്. അപ്പോൾ ഒരേ രീതിയിലുള്ള ഒരു എന്താണ് ചേഞ്ച് അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ബിക്ക് അവരെന്താ ചെയ്യുന്നത്? -1 ആണ്. ഇക്ക് അവരെന്ത് ചെയ്യുന്നു? +1 ചെയ്യുന്നു. എല്ലിന് അവരെന്ത് ചെയ്യുന്നു? -1 ചെയ്യുന്നു. അടുത്ത എല്ലിന് അവരെന്ത് ചെയ്യുന്നു? +1 ചെയ്യുന്നു. അടുത്ത് ഇവിടെ വരുമ്പോൾ അതുപോലെ തന്നെയാണ്. ബിക്ക് അവർ A എടുത്തു, -1 ആണ്. ഒക്ക് അവർ P എടുത്തു, +1 ആണ്. എന്നിന് അവർ M എടുത്തു, -1 ആണ്. ഡിക്ക് അവർ E എടുത്തു, +1 ആണ്. അപ്പോൾ -1 +1 -1 +1 പാറ്റേണിലാണ് നമ്പർ ലെറ്റർ ചേഞ്ച് ആവുന്നത്. പക്ഷേ ചേഞ്ച് ആയിക്കൊണ്ട് വയ്ക്കുന്ന സ്ഥലം എന്താണ്? തിരിച്ചാണ്. അപ്പോൾ ബിയുടേത് എന്ത് വരും? A വരും. അതിവിടെ ആയിരിക്കും വരിക, -1. അപ്പോൾ ലാസ്റ്റ് A വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. 3ഉം 4ഉം കളയാം നമുക്ക് അല്ലേ. അടുത്ത നിങ്ങൾ നോക്കുക, അടുത്ത L ആണ്. L വരുമ്പോൾ എന്താ വരേണ്ടത്? +1 ആണ് വരേണ്ടത്. L കഴിഞ്ഞ ആരാ വരുന്നത്? M ആണ് വരേണ്ടത്. അപ്പോൾ L വരുന്ന M വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇതാണ്. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കാണ്, സാധാരണ നമ്മൾ കാണുന്ന ലോജിക്കല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇതൊരു ഓഡ് വൺ ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു എന്താ പറയുക, ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഒരു ഓഡ് വൺ ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ റിലേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ Aയും Fഉം Kയും, Aയും Fഉം Kയും ഞാൻ നോക്കുകയാണെങ്കിൽ A കഴിഞ്ഞിട്ട് ഒരു 5 ലെറ്റർ കഴിഞ്ഞിട്ട് F വരുന്നു, F കഴിഞ്ഞിട്ട് ഒരു 5 ലെറ്റർ കഴിഞ്ഞിട്ട് K വരുന്നു. ഓക്കെ, +5 മാറി വരുവാണ് 2 ലെറ്റേഴ്സും വരുവാണെങ്കിൽ അല്ലേ. അത് LQV ഞാൻ നോക്കുകയാണ്. LQ 12, 5, 17, QV 17, 5, 22 കറക്റ്റാണ്. അവിടെ +5 തന്നെയാണ് പോയിരിക്കുന്നത് 2 ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴും. PTX ഓക്കെ, PT 16, 4, 20 അല്ലേ, +4 ആണ് വരുന്നത്. TX എടുക്കുന്ന സമയത്ത് 20, 24 അതും +4 ആണ് നിൽക്കുന്നത്. അവിടെ ഒരു ചേഞ്ച് വരുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കും ആൻസർ വരിക. നിങ്ങൾ ലാസ്റ്റ് ഉണ്ടോ ജസ്റ്റ് നോക്കുക. ഡിയും ഐയും നോക്കിയേ,
4 5 അല്ലേ 9 പ്ലസ് 5. ഐ എന്നും 9 5 അല്ലേ 14 കറക്റ്റാണ്. ബാക്കിയെല്ലാം +5 ആണ്. PTX മാത്രം +4 പാറ്റേണാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ലോജിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്, വലിയ പാടുള്ള ലോജിക്കല്ല. ടേബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം ഒരേ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമുക്കൊരു എക്സാമിന് വരുന്ന സമയത്ത് ഒരു 3-4 മാർക്കിൻ്റെ മിനിമം ക്വസ്റ്റ്യൻ ടേബിളിന് സഹായത്തോടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു എന്താ പറയുക, ഒരു അനലോഗി പാർട്ടായിട്ട് വേണമെങ്കിൽ പറയാം. 10 15 റിലേറ്റ് ചെയ്തു, 42 63 റിലേറ്റ് ചെയ്യുവാണെങ്കിൽ 22 എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പേഴ്സിൻ്റെ കേസിലും നമുക്ക് ഇതുപോലെ വരുന്ന സമയത്ത് ഇത് അനലോഗിയുടെ പാർട്ടായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷണൽ രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് 10 15 ആവുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ലോജിക്കിലായിരിക്കും 10 15 ആയിട്ട് ഉണ്ടാവാം. അതേ ലോജിക്കിലായിരിക്കും 42 63 ആവാം. 10 15 ആവുന്നുണ്ട്, 42 63 ആവുന്നുണ്ട്. അതേ ലോജിക്കിൽ എന്ത് ചെയ്യണം, 22 വരണം. ഓക്കെ, കുറച്ച് സമയം എടുത്താലും നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക, ഏറ്റവും ബെറ്റർ ആണ്. നിങ്ങൾ ഒരുപാട് ചെയ്ത് എന്താ പറയുക, ഒരുപാട് ടൈം എടുത്ത് സ്വന്തമായി കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്, നിങ്ങൾക്ക് രണ്ട് രീതി പറയാം. ഒന്നുകിൽ ഇൻറ്റു 1.5 എന്ന് പറയാം, ഇൻറ്റു 1.5 അല്ലെങ്കിൽ ഇൻറ്റു 1.5 എന്നുള്ള രീതി പറയാം. അല്ലെങ്കിൽ 10ൻ്റെ പകുതിയാണ് 5, ആ 10ൻ്റെ പകുതി എടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ കൂട്ടുന്നു 15. 42 പകുതി എത്രയാണ്, 21. 42 21 കൂട്ടുന്നു 63, അങ്ങനെയാണെങ്കിലും പറയാം. അപ്പോൾ 22 പകുതി എത്രയാ, 11 അല്ലേ. 22 11 തൊട്ട് നമുക്ക് എന്താ വരിക, 33 എന്നാണ് വരിക. കണ്ടോ, ഡിഫറൻ്റ് ആയുള്ള ലോജിക് അല്ല, നമ്മൾ സ്ഥിരം കാണുന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. ഒന്നുകിൽ പകുതി എടുത്ത് കൂട്ടുന്ന കൺസെപ്റ്റ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 1.5 ഇൻറ്റു 1.5 എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ഒരേ സാധനം തന്നെയാണ് കേട്ടോ, രണ്ട് രീതി പറയുന്നേ ഉള്ളൂ, രണ്ട് ഒരു ആൻസറേ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് അവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കുറച്ച് ടൈം കൊടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് ഞാനിങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് പോരുത്, അത് യൂസ് ഇല്ല. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ലൈവ് അല്ലാത്തൊരു ക്ലാസ് വരുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, എൻ്റെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എന്നാൽ അതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ കേൾക്കുക, എങ്കിലേ ഉപയോഗം ഉണ്ടാകത്തുള്ളൂ കേട്ടോ ആ ക്ലാസ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് സിറ്റ് ഓൺ ചെയർ ഈസ് കോൾഡ് ആസ് SKMICN and the chair block is called as GMFRMI. How is chair code in that given language? Okay, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് അല്ലേ, സെന്റൻസ് വൈസ് കോഡിംഗ് നമ്മൾ പറയുന്നത്. ചെയറിന്റെ കോഡാണ് ചോദിക്കുന്നത്, റെപ്പിറ്റേഷൻ ആണ് നമ്മളോട് ചെയ്യുന്നത് എപ്പോഴും അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ സിറ്റ് ഓൺ ചെയർ, ഇവിടെ ചെയർ കിടപ്പുണ്ട്. സോറി, ഓക്കെ, ഇവിടെ ചെയർ കിടപ്പുണ്ട്. അതുപോലെ ദ ചെയർ ബ്രോക്ക്, ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയർ കിടപ്പുണ്ട്. രണ്ട് സെന്റൻസ് കിടപ്പുണ്ട്, രണ്ട് സെന്റൻസിലും ചെയർ കിടപ്പുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞാലും രണ്ട് സെന്റൻസിലും ചെയർ കിടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം, ആ രണ്ട് സെന്റൻസിലും വേറെ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ നോക്കണം. ഇവിടെ വരുമ്പോൾ സിറ്റും ഓണും ആണ്, ഇവിടെ വരുമ്പോൾ ദ ബ്രോക്ക് ആണ്. അപ്പം ആരും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചെയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ്, ആ കോഡുകൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളെ കാണത്തുള്ളൂ. SKMICN ഉം GMFRMI ആണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആരാണ്, MI ആണ്. നമ്മുടെ കോഡ് എന്തായിരിക്കും, MI ആയിരിക്കും. കഴിഞ്ഞു. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചെയ്തു പോകുന്ന കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെ 2 3 ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഒരേ ഷിഫ്റ്റിൽ തന്നെ. അപ്പോൾ ഈ എന്താ പറയുക, ലോജിക്ക് ബേസ്ഡ് നമ്പർ വെച്ചുള്ള ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒരുപാട് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പഠിക്കുമ്പോഴേ എങ്ങനെയൊക്കെ നമുക്ക് ഈ കൺസെപ്റ്റുകൾ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഇതിൻ്റെ കൺസെപ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് എന്നൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു 3 നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, എങ്ങനെയായിരിക്കും എന്നാൽ കൂട്ടി നോക്കും, കുറിച്ച് നോക്കും, ഗുണിച്ച് നോക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി വരുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ ഇതെങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരുപാട് ലോജിക്കൽ കണ്ടിട്ടുള്ള ഒരാളാണ്, ഇതിങ്ങനെ ചെയ്താൽ വരാറുണ്ട്, ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിനൊരു ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പം 3 നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ ഉണ്ട്, ഈ 3 നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ ഉണ്ട്. അതേപോലെ 3 നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ വരുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഇതിൽ അനലോഗിയുടെ പാർട്ടായിട്ട് നമുക്ക് പറയാം. കാരണം അനലോഗി എന്ന് പറഞ്ഞാൽ സാമ്യത ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള അതേ സാമ്യതയും ഇവിടെയുള്ള അതേ സാമ്യതയും വരുന്ന ആൾക്കാർ ഏതാണ് ഇതിനകത്ത് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഓക്കെ, നമ്മൾ നോക്കാം. നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിയതിന് ശേഷം എക്സ്പ്ലനേഷൻ കേൾക്കുക കേട്ടോ. ഞാൻ എന്തായാലും പറഞ്ഞു പോവാണ്, ടൈം കളയുന്നില്ല. ഇപ്പോൾ 58 62 നിങ്ങൾ നോക്കിയാൽ 58 62 നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, +4 ആണ് അല്ലേ. 52യുടെ 4 കൂട്ടുന്നതാണ് 62, 33യുടെ 4 കൂട്ടുന്നതാണ് 37. അപ്പോൾ അവിടുത്തെ നമ്പേഴ്സിന് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഞാൻ നോക്കി 79 58 എടുക്കുകയാണ്. 79 58 എടുത്ത് കഴിഞ്ഞാൽ 58ൻ്റെ കൂടെ എത്രയാ
21 കൂട്ടുന്നതാണ് 79 അല്ലേ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ -21 എന്ന് പറയാൻ വേണമെങ്കിൽ 79 21 കുറയ്ക്കുന്നതാണ് 58. 54 21 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 33 കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം മനസ്സിലായിരിക്കും, ആ പാറ്റേൺ മനസ്സിലായി അല്ല? ഓക്കെ. അപ്പം 79 നിന്നും 58ലേക്ക് വരാനായിട്ട് എന്താണ്? -21 58 62ലേക്ക് വരാൻ +4 ആണ്. അതുപോലെ തന്നെ 54 33ലേക്ക് വരാൻ -21 31 37ലേക്ക് പോകാനായിട്ട് 4 കൂട്ടുകയാണ് ചെയ്ത്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ ലോജിക്ക് വരുന്ന ആരിലുണ്ടോ എന്ന് നോക്കുന്നു. അപ്പം 59 33 കുറയുവാണ് ചെയ്യുന്നത്. പക്ഷേ എത്ര കുറയുന്നുണ്ട് നോക്കിയേ? ഒരു 26 കുറയുന്നുണ്ട് അല്ലേ? പറ്റത്തില്ല. ഇവിടെ 10 കൂടുകയാണ് ചെയ്യുന്നത്. 66 45 എത്ര കുറയുന്നുണ്ട്? ഇവിടെ 21 കുറയുന്നുണ്ട് കണ്ടോ? -21 വന്നിട്ടുണ്ട്. 45 49 ഓക്കെ +4 വന്നിട്ടുണ്ട്. പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആൻസർ ആയി കഴിഞ്ഞു. വേറെ അതേ പാറ്റേൺ വരുന്ന ആരും കാണത്തില്ല എന്തായാലും. ഇവിടെ 47 32 -11 വരുന്നത്. 36 49 5 കൂട്ടുക ചെയ്യുന്നത് അല്ലേ? ഇവിടെ 5 കൂട്ടുകയാണ് ചെയ്തത്. 41 25 ആകുമ്പോഴത്തേക്കും എന്തായാലും -21 അല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കാണ്. ഇത് ചോദിച്ചിട്ടുള്ള ലോജിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇത് നമ്മുടെ PYQ ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും നോക്കണം. വെറുതെ 62 79 കൂട്ടിയിട്ട് പകുതി എടുത്ത് നോക്കുക ചിലർ ചെയ്യാറുണ്ട്. അതൊക്കെ ചോദിച്ചിട്ടുള്ള ലോജിക്കാണ്. അതൊക്കെ നമ്മൾ നോക്കും, കാരണം കണ്ടിട്ടുള്ള ലോജിക്കാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഡിഫറൻസ് വരുന്ന രീതിയിലുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ. അടുത്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് നമ്പേഴ്സ്. നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. കാരണം ഇവിടെ വരുന്ന സമയത്ത് ഉണ്ടോ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഡിഫറൻസ് അവിടെ പിന്നെയും വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ലോജിക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടുത്തെ ലോജിക്ക് ഞാൻ ഒന്ന് പറയാം. ഓക്കെ. ഇവിടുത്തെ ലോജിക്ക് നോക്കിയേ. 7 + 9 എത്രയാണ് വരുന്നത്? 7 + 9 16 എന്നല്ലേ വരുന്നത്? 7 + 9 16 അല്ലേ? 16 × 3 എത്രയാണ്? 48 അല്ലേ? അല്ലേ? അതേ പാറ്റേൺ നിങ്ങൾ നോക്കിയേ. 6 + 8 എത്ര കിട്ടും? 14 കിട്ടും. 14 × 3 എത്രയാണ്? 42 അല്ലേ? സെയിം പാറ്റേൺ വന്നാണ്ടോ? അപ്പോൾ ഇതേപോലെ വരണം. അതായത് ആദ്യത്തെ 2 നമ്പർ കൂട്ടുകയും × 3 എടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? മൂന്നാമത്തെ നമ്പർ കിട്ടുന്നു. ആദ്യത്തെ നമ്പർ കൂട്ടിയിട്ട് × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ നമ്പർ കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ നോക്കാം. 10 12 22 ആണ്. 22 × 3 66, 54 അല്ല. അപ്പോൾ അത് പറ്റത്തില്ല. 9 11 20 ആയി. 20 × 3 വെച്ചാൽ 60 ആണ്. അതുമല്ല. 11 + 13 24. 24 × 3 എത്രയാണ്? 72 ആണ് അല്ലേ? അപ്പോൾ ഇത് തന്നെയായിരിക്കും ആൻസർ. 10 + 8 18 ആണ്. × 3 എടുക്കുമ്പോൾ നമുക്ക് 47 എന്തായാലും വരത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി കേട്ടോ. ലോജിക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് എക്സാമിന് ടൈം എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, എക്സാമിന് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ, ലോജിക്കൽ എടുക്കുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു? ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് മാറ്റി വെക്കുക. ബാക്കി ക്വസ്റ്റ്യനൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുക. കാരണം ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് സമയം കളഞ്ഞ് ചിലപ്പോൾ കണ്ടുപിടിക്കാതിരിക്കാം. പക്ഷെ ഒരുപാട് സമയം കളഞ്ഞിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അത്രയും സമയം കളഞ്ഞ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കുക എക്സാമിന് പോകുമ്പോൾ. അതെല്ലാം നമുക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് ഭയങ്കര സങ്കടമായി പോകും. കാരണം നമ്മൾ അത്രയും അറിയാനുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിന് സമയം കൊടുത്ത ആ 1 മാർക്കിന് വേണ്ടി സമയം കൊടുത്തത് നമ്മൾ ആ 8 ക്വസ്റ്റ്യൻ 8 മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എപ്പോഴും സെലക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ എക്സാമിന്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലെറ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ യൂസോടെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ്, സെയിം പൊസിഷനിലെ ലെറ്റേഴ്സ് നമ്മൾ കമ്പയർ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇപ്പോൾ എം എൻ എടുക്കുകയാണ്. എം എൻ എടുക്കുകയാണെങ്കിൽ എന്താണ്? +1 ആണ്. എന്നും പി എടുക്കുകയാണ്, +2 ആണ്. പിയും എസും എടുക്കുകയാണ്, +3 ആണ്. എസും ഡബ്ല്യു എടുക്കുകയാണ്, +4 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഡബ്ല്യു കഴിഞ്ഞാൽ +5 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക അല്ലേ? സ്റ്റാർട്ടിംഗ് ലെറ്റർ വരിക. 23 + 28 ആണ്. അപ്പോൾ നമുക്ക് ആരാ വരിക? ബി ആയിരിക്കും വരിക അല്ലേ? ബി വെച്ച് വരുന്ന ഓപ്ഷൻ തന്നെയാണ് 3 എണ്ണം. നമുക്കിതാ 4th ഓപ്ഷൻ കളയാം. ഓക്കെ. അടുത്ത നിങ്ങൾ നോക്കുകയാണെങ്കിൽ എഫും ഐയും. ഓക്കെ. എഫും ഐയും +3 ആണ്. ഐയും എല്ലും +3 ആണ്. എല്ലും ഓയും +3 തന്നെയാണ്.
ഒയും ആറും നോക്കിയാലും +3 തന്നെ. അപ്പോൾ അവിടെ +3 കൂടി പോകണം. അപ്പോൾ R+3 വരെ ഏതാ വരിക? യു ആയിരിക്കും വരിക. BU വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി P ആണോ E ആണോ എന്ന് മാത്രം നോക്കിയാൽ, ലാസ്റ്റ് വൺ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ TS ഞാൻ നോക്കുവാണെങ്കിൽ Tന്ന് ഒരു ലെറ്റർ പുറകിലോട്ടാണ് അല്ലേ, -1 ആണ്. എസും ക്യൂവും നോക്കുമ്പോൾ 2 ലെറ്റർ പുറകിലോട്ടാണ്. ക്യൂവും എന്നും നോക്കുന്ന സമയത്ത് 3 ലെറ്റർ പുറകിലോട്ടാണ്. എന്നും ജെയും നോക്കി കഴിഞ്ഞാൽ 4 ലെറ്റർ പുറകിലോട്ടാണ്. അപ്പോൾ ജെന്നൊരു 5 ലെറ്റർ പുറകിലോട്ട് വരുന്ന ആരും നോക്കിയാൽ മതി അല്ലേ. ജെന്നൊരു 5 ലെറ്റർ പുറകിലോട്ട് ആകുമ്പോഴത്തേക്ക് ആരാ വരിക? ഇ ആയിരിക്കും വരിക. ഈ വരുന്ന ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ടേബിൾ ഉണ്ടോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ സാധിക്കും, വലിയ പാടൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ എപ്പോഴും ഒന്ന് വായിച്ചു നോക്കുക, കാരണം ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി തിരിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം നമുക്ക് എന്തായാലും. 6 letters STMPR and C are written on the different faces of a dice. Dice no cube എന്ന് നമുക്ക് പറയാം. 2 portions of these dice are shown in the figure below. Find the letter on the face opposite to M എന്നാണ് ചോദിക്കുന്നത്. എമ്മിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആരെന്നാണ്. നമുക്ക് അറിയാം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം. കോമൺ ആയിട്ടുള്ള ആളെ നോക്കുമ്പോൾ T ആണ് കോമൺ ആയിട്ടുള്ള വരുന്ന ആൾ. T വെച്ച് ഓർഡർ ചെയ്യുന്ന സമയത്ത് TMS ഇവിടെ ഓർഡർ ചെയ്യുന്നപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ എഴുതുക അല്ലേ. അതേ ഓർഡർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുന്നു. അപ്പോൾ എന്താണ്? TPR എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? എമ്മിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ചോദിക്കുന്നത് എമ്മിൻ്റെ ഓപ്പോസിറ്റ് ആരാ? P ആണ്. ഓക്കെ, P ആൻസർ ആണ്. ഓക്കെ, ഇതൊക്കെ ബേസിക് ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ പോകുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്തൊരു വീഡിയോ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ക്യൂബിൻ്റെ കേസിന് ഒരുപാട് മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. മെത്തേഡും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിശയിൽ തന്നെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഈ ക്ലാസ് എല്ലാം ലൈവായിട്ട് കിട്ടുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ്സും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ വരുവാണെങ്കിൽ ബ്രാഞ്ചസ് നമ്മുടെ കൊട്ടാരക്കരയുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലത്തുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്, പോയി പഠിക്കാൻ സാധിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ പോയിരുന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം മെയിനായിട്ടും. ഓക്കെ, ബേസിക് ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്ന സമയത്ത് കുറച്ച് പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്താ ഈസി ആയിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇപ്പം ഇത് കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പഠിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ വന്നതാണ്, ഈ മോഡൽ ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മളിത് കാണുമ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ വളരെ ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി നമുക്ക് എന്താ പറയുക, CGL ക്ലാസ്സുകളും റണ്ണിങ് ആണ്, അതുപോലെ NTPC റെയിൽവേ എക്സാമിൻ്റെ ഗ്രൂപ്പ് ഡി ക്ലാസ്സുകളുടെയും ക്ലാസ്സസ് റണ്ണിങ് ആണ്. ഓഫ്ലൈനായിട്ടും ക്ലാസ് എല്ലാത്തിനും പോകുന്നുണ്ട്, എല്ലാ ബാച്ചസിനും പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം വെച്ചാൽ അത് വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റും. അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ബേസ് ക്ലിയർ ആക്കാൻ നോക്കുക. ഓക്കെ, എക്സാം വരെ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇപ്പോഴേ ബേസ് ഒന്ന് ക്ലിയർ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ എക്സാമിനും നിങ്ങൾക്ക് എന്താണ് അത് യൂസ് ആയിട്ട് മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് സീരീസ് തന്നെയാണ്, ലെറ്റർ നമ്പർ കോമ്പിനേഷനാണ്. ലെറ്റർ നമ്പർ കോമ്പിനേഷൻ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചിലപ്പോൾ ഈ നമ്പേഴ്സ് ലെറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ റിലേഷൻ ഒന്നും വരാറില്ല. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് എല്ലാം ഡിഫറൻ്റ് ആണ്. നമുക്ക് നമ്പർ നോക്കുമ്പോൾ തന്നെ ആൻസർ എല്ലാം ചിലപ്പോൾ കിട്ടും. നമുക്ക് നോക്കാം, കാരണം 49, 44, 48, 42 നമ്പേഴ്സ് ഇറങ്ങുന്നത്. ജസ്റ്റ് നമ്പേഴ്സ് ഒന്ന് നോക്കി നോക്കാം. 61, 58. ഓക്കെ, 61, 58 ആകുമ്പോൾ നമുക്ക് എന്താണ് ഒരു -3 ഡിഫറൻസ് വരുന്നുണ്ട്. 58, 55 ആകുമ്പോൾ എന്താണ് -3 ഡിഫറൻസ് വരുന്നുണ്ട്. 55, 52 ആകുമ്പോൾ എന്താണ് -3 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തു നിന്നും 3 കുറഞ്ഞു വരണം. അപ്പോൾ 52 അടുത്ത നമ്പർ ഏതായിരിക്കും? 49 ആയിരിക്കും വരും. 49 വരുന്ന ആൻസർ ഏതാ? B49 മാത്രമേ ഉള്ളൂ. ലെറ്റർ നോക്കുകയാണെങ്കിൽ തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ലെറ്ററോട് ജസ്റ്റ് നോക്കാം നമുക്ക്. അപ്പോൾ ലെറ്റർ നോക്കുമ്പോൾ FEEDDC എല്ലാം എന്താണ് ഒരു ലെറ്റർ പുറകിലോട്ട് പോയിരിക്കുക. അപ്പോൾ C എന്നൊരു ലെറ്റർ പുറകിലോട്ട് നമുക്ക് ഏതാ വരിക? B ആയിരിക്കും വരിക. നമ്പർ 49 തന്നെയാണ്. B തന്നെയാണ് അവിടെ വന്നിട്ടുണ്ട്, കറക്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത M-ഉം K ഞാൻ നോക്കുന്ന സമയത്ത് M-ഉം K ഞാൻ നോക്കുമ്പോൾ ഒരു -2 ആണ്. K-യും I-യും നോക്കുമ്പോൾ സെയിം ഒരു -2 ആണ്. I-യും G-യും നോക്കുമ്പോൾ -2 ആണ്. അപ്പോൾ G എന്നൊരു -2 പോകുമ്പോൾ ആരാ വരിക? വരിക B49. കണ്ടോ, ആൻസർ കറക്റ്റാണ് വരുന്നുണ്ട്. നമുക്കവിടെ നമ്പർ നോക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ പിന്നെ ബാക്കി ലെറ്റർ നോക്കേണ്ട സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്.
അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. അടുത്തത് ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം തന്നെ ഒരു 3 സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ എപ്പോഴും പറഞ്ഞു ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒരുപാട് ഇമ്പോർട്ടൻസ് SSC എക്സാമിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഈ മൊത്തം 25 ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിനകത്ത് തന്നെ നമുക്ക് എന്താണ് പലപ്പോഴും ഒരു 10-15 മാർക്കിനോളം നമുക്ക് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്? നമ്മുടെ ടൈം ഒരുപാട് കളയുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം അവർ എന്ത് ചെയ്യാം ഇട്ട് അതിൻ്റെ പുറകെ ഇരുത്താൻ ശ്രമിക്കുക. അപ്പം അത് നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ, അത് സ്പീഡപ്പ് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ടേബിൾ ഉണ്ട്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദാ ഇസഡും ബിയും ഞാൻ നോക്കുകയാണെങ്കിൽ ഇസഡ് നിന്ന് ബിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു 4 ലിറ്റർ പുറകിലോട്ട് പോയിരിക്കുകയാണ്. V-ന്ന് R-ലേക്ക് ഞാൻ പോവാണ്. V-ന്ന് R-ലേക്ക് പോകുമ്പോഴും ഒരു 4 ലിറ്റർ പുറകിലേക്ക് പോവാണ്. R-ന്ന് നെക്സ്റ്റ് വരുന്ന ആരെന്ന് എനിക്ക് അറിയില്ല. ഒരു -4 വെച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ R-ന്ന് ഒരു -4 പോകുമ്പോൾ ആരാ വരിക? N ആ വരിക. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, N-ന്ന് -4 പോകുമ്പോൾ J വരുന്നുണ്ടെന്ന് ഉറപ്പിച്ചേക്കാം. N-ന്ന് -4 പോകുന്ന സമയത്ത് J വരുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ഫസ്റ്റ് ലെറ്റർ N ആയിരിക്കും. നിങ്ങൾ ഓപ്ഷന് നോക്കുക, N വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതായിരിക്കും നിങ്ങളുടെ ആൻസർ. വേറെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ആക്കാനായിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വിയും എസ് ഞാൻ നോക്കുകയാണെങ്കിൽ വിയും എസ് നോക്കി കഴിഞ്ഞാൽ വിന്ന് എസിലേക്ക് ഒരു -3 ആണ്. എസ് എന്ന് പിയിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് എന്ന് പിയിലേക്ക് പോകുമ്പോൾ ഇത് -3 ആണ്. ഇത് -4 ആയിരുന്നു ആദ്യം, ഇവിടെ -3 വന്നു. അപ്പോൾ പി എന്നൊരു -3 പോയാൽ ആരാ വരിക? എം ആ വരിക. കേട്ടോ, എം എന്ന് -3 എടുക്കുന്ന സമയത്ത് ആര് വരുന്നുണ്ട്? ജെ വരുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിച്ചേക്കാം. അടുത്ത ആറും ബിയും. ഓക്കെ, ഇവിടെ എം കറക്റ്റ് വന്നിട്ടുണ്ടേ, നോക്കിക്കോണേ. ആറും ബിയും ഞാൻ നോക്കുന്ന സമയത്ത് ആറിന്ന് പിയിലേക്ക് പോകുമ്പോൾ -2 ആണ്. അടുത്ത പിന്ന് N വരുന്നുണ്ട്, -2 ആണ്. അപ്പോൾ N-ന്ന് -2 എടുക്കുന്ന സമയത്ത് ആര് വരും? L വരും. L-ന്ന് -2 വരുമ്പോൾ Jയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും വന്നിരിക്കുന്ന ആരായിരിക്കും? L ആയിരിക്കും. അപ്പോൾ NML അതുവരെ ആയിക്കണ്ടോ? ലാസ്റ്റ് ലെറ്റർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. NM -1, ML -1. അപ്പോൾ L-ന്ന് -1 ആര് വരും? K വരും. K-ന്ന് -1 എന്ത് വരും? Jയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ NMLK എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഫസ്റ്റ് ലെറ്റർ നോക്കുമ്പോൾ തന്നെ നമുക്ക് N കിട്ടി, പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിലും 6 വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉറപ്പിച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇതൊന്നും ഇങ്ങനെ ഫുള്ള് കണ്ടിക്കാൻ നിൽക്കരുത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സാമിന് പോയിട്ട് നിങ്ങൾ ഫുള്ള് കണ്ടിക്കാൻ നിൽക്കരുത്, അത്രയും ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടൈപ്പാണ് അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ടൈപ്പാണ്. ഓക്കെ, വിച്ച് 2 സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ഫോളോയിങ് ഇക്വേഷൻ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏത് 2 ഇക്വേഷൻസ് എന്താണ് മാറ്റുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ആൻസറിലേക്ക് വരിക എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഡിവിഷൻ സൈൻ ഒന്ന് നോക്കാം. ഇപ്പോൾ ഏഴിൻ്റെ കേസിൽ 42, 35. ഓക്കെ, 7 ഡിവൈഡ് ചെയ്ത് പോകും. 455 എന്ന് പറയുമ്പോൾ 7 ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ സൈന് മാറ്റണമെന്ന് നിർബന്ധമില്ല. മാറ്റാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാറ്റി നമുക്ക് വേറെ നമ്പർ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് ഡിവിഷൻ സൈൻ വരുന്നത് ഡിവിഷനും മൈനസുമാണ് മാറ്റാൻ പറയുന്നത്. ഡിവിഷനും മൈനസ് മാറി നിങ്ങൾ ശ്രദ്ധിക്കാം, മൈനസ് മാറി എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. സോറി, ഡിവിഷൻ മാറി എവിടെ വരുന്നത്? ഇവിടെ. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 455 എന്നാവും. ഓക്കെ, 23യും 455 പോവും. 5 ഇഷ്ടമൊന്നും പറ്റത്തില്ല. 230ഉം 230യും 5 വരുമോ? 15 വരുമ്പോഴത്തേക്കും 230ഉം അതിൻ്റെ പകുതി അല്ലേ, എത്ര വരും? 115 വരും. 5 4 3 345 വരുന്നത്. ഒരിക്കലും എന്തായാലും 23ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് വൺ വരത്തില്ല. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായാലും വരത്തില്ല. സെക്കൻഡ് മൈനസ് പ്ലസ് മാറ്റി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പോർഷൻ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പോർഷൻ എന്തായാലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, ഡിവിഷൻ സൈൻ മാറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വാല്യൂ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കും, കാരണം ബാക്കിയുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് മാറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു വാല്യൂ ഞാൻ കണ്ടുപിടിച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 6 പ്രാവശ്യം 42, 35 ആവും 5 പ്രാവശ്യം അല്ലേ. 65 ഇൻറ്റു 7 ആണ് 455 എന്നാണ്. അപ്പോൾ ആ ഒരു പോർഷൻ എന്തായാലും ഫിക്സഡ് ആണ്, ഡിവിഷൻ സൈൻ എന്തായാലും നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ അത് ഫിക്സഡ് ആയി. ബാക്കിയുള്ള നോക്കുക, മൈനസും പ്ലസും വരാം. 18 പ്ലസ് 23 ഇൻറ്റു 65 മൈനസ് 28 ഇങ്ങനെ ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് സ്പീഡപ്പ് ആക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക 23 ഇൻറ്റു 65 ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 65 ആകുമ്പോഴത്തേക്കും 20 ചെയ്യുന്ന സമയത്ത് 60ൻ്റെ ഇരട്ടി എടുക്കുക. എത്ര വരും? 120, 130. അപ്പം 130ഉം പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കേണ്ടി വരത്തില്ലേ? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കി ഒരു 4 ഡിജിറ്റ് നമ്പറിലേക്ക് പോയിരിക്കുകയാണ്, ഒരു വലിയ നമ്പറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 377 വരില്ലല്ലോ അത്. ഓക്കെ, അപ്പോൾ അതല്ല. അടുത്ത പ്ലസ് ഇൻറ്റും മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ 18 മൈനസ് 23 പ്ലസ് 65
ഇൻറ്റു 28 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെയും 65 ഇൻറ്റു 28 വരുന്ന സമയത്ത് ഉറപ്പായിട്ട് എന്താണ് വലിയൊരു നമ്പറിലേക്ക് പോകുന്നുണ്ട്. അതും പറ്റത്തില്ല എന്തായാലും അല്ലേ. നമുക്ക് നോക്കാം. അത് ലാസ്റ്റ് ഒന്ന് നോക്കട്ടെ. മൈനസ് ഇന്നോട് മാറ്റുക. അപ്പോൾ 18 ഇൻറ്റു 23 പ്ലസ് അല്ല -65 പ്ലസ് 28 ഇതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 18 23 ആണ്. നമുക്ക് നോക്കാം. 18 23 ആകുമ്പോഴത്തേക്കും 23 ഇൻറ്റു 18 നോക്കാം നമുക്ക്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 20 കൊണ്ട് മൾട്ടിപ്ലൈഡ് -2 മൾട്ടിപ്ലിക്കേഷൻ മൈനസ് ചെയ്താലും മതി. എങ്ങനെയായാലും നിങ്ങൾക്ക് എളുപ്പം. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് 23 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 46 കിട്ടും, 460. ഓക്കെ, മൈനസ് എന്ത് ചെയ്യാം? 2 ടൈംസ് ഓഫ് 23, അതായത് 46 മൈനസ് ചെയ്യാം. അപ്പം 10 4 4 5 4 1 414 കണ്ടോ, 414 കിട്ടും. 414 എന്ന് കിട്ടും. മൈനസ് എന്താണ് 65 28 അല്ലേ, -5 -65 28 ആകുമ്പോഴത്തേക്കും 38 48 58 പിന്നെ എത്രയാണ് 7 37 വരും. ഓക്കെ, 414 മൈനസ് 37 നിങ്ങൾ നോക്കുക. 414 37 വരയ്ക്കും. ആദ്യം 30 ഒന്ന് കുറച്ച് നോക്കാം. എന്നെ വരും 404 394 384. അതിനൊരു 7 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 377 എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് ആൻസർ. ബാക്കി രണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാത്തതിന് കാരണം എന്താണ്? ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 4 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് നമ്പറാണ് ആൻസർ. അപ്പോൾ 4 ഡിജിറ്റ് നമ്പർ വന്നിട്ട് വേറെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ വലിയ നമ്പേഴ്സ് ഒന്നും ഇല്ല, 3 ഡിജിറ്റിലേക്ക് പെട്ടെന്ന് അങ്ങ് വരത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ സമയം കളയണ്ട. നമുക്ക് ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ 4 ആയിരിക്കും വരിക. കുറച്ച് കാൽക്കുലേഷൻ പാർട്ട് ഉള്ള വരുന്ന ക്വസ്റ്റൻ തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കി തന്നെ ചെയ്യണം, വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ നോർമലി ഡിവിഷൻ വെച്ച് മാത്രമേ എലിമിനേഷൻ ഉള്ളൂ. നമുക്ക് ഇവിടെ ഡിവിഷൻ വെച്ചുള്ള എലിമിനേഷൻ നടക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയം നമുക്ക് എന്താണ് ബാക്കി ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊരു റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് എന്നൊരു കൺസെപ്റ്റ് ആണ്. റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ്, ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്തൊക്കെ പോയി ചെയ്യുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്കത് പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഒക്കെ എണ്ണിയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് നമുക്കിതിന്, അല്ലേ. പക്ഷേ ഇവിടെ നമുക്കത് പറ്റത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ലെറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞു നോക്കിയേ. നിങ്ങളിപ്പോൾ ഇട്ട് ഫില്ല് ചെയ്ത് നോക്കണമെന്നില്ല. നിങ്ങൾ നോക്കിയേ, LMPA someone, HO LMBAC someone O ഇങ്ങനെ പോകുന്നത്. ഓക്കെ, LMBA ഇവിടെ വന്നിട്ടുണ്ട്, LMBA വന്നിട്ടുണ്ട്. ആ ഒരു റെപ്പറ്റീഷൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്തായാലും. ഓക്കെ, അത് അത്ര റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്ത് ഇവിടെ ആരില്ല, ഇവിടെ C ഉണ്ട്. നമ്മുടെ C വന്നൂടെ. ഓക്കെ, ഇവിടെ അടുത്ത ആളില്ല, അത് H വന്നൂടെ. അത് കഴിഞ്ഞിട്ട് O വന്നാൽ ഉണ്ടോ. അപ്പോൾ ആ ഒരു റെപ്പറ്റീഷൻ നിങ്ങൾക്ക് മനസ്സിലായി. LMBACHO 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 LM അവിടെ തീർന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? CHBMM നമ്മുടെ ആൻസർ ഓപ്ഷൻ. നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടത്തില്ല, കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് LM വന്നിട്ട് നിൽക്കുവാണ്. കാരണം ഇപ്പോൾ LMBA ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കാം, ഇത്രയും ഉണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റിനും അത് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ ആ റെപ്പറ്റീഷൻ വരുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ച് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ പറയുന്നത്, ഇതൊരു ആൽഫബറ്റ് ടെസ്റ്റിന്റെ കൺസെപ്റ്റ് ആണ്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ഇഫ് ഈച്ച് ഓഫ് ദി ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് pranked is arranged in the English alphabetical order. Okay, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഒരു ബേസിക് ഡേറ്റ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രാങ്ക്ഡ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണ്, ഇതിനകത്തുള്ള ലെറ്റേഴ്സിന്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റുവാണ്. എങ്ങനെയാണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ മാറ്റുവാണ്. അങ്ങനെ മാറ്റുമ്പോൾ എത്ര ലെറ്റേഴ്സിന്റെ പൊസിഷൻ ആണ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്, ചേഞ്ച് ആകാണ്ട് നിൽക്കുന്നതാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് മാറ്റി നോക്കാം. ആദ്യം A വരും, അത് കഴിഞ്ഞിട്ട് E വരും, ACDEFGHIJK D വരും. സോറി, D കഴിഞ്ഞിട്ടല്ലേ E വരത്തുള്ളൂ, മാറിപ്പോയി. പ്രാങ്ക്ഡിൽ ADE K വരും, NPR. ഓക്കെ, അവിടെ ആരും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ആവാതെ വന്നിട്ടില്ല. എല്ലാവരും ക്വസ്റ്റ്യൻ ചേഞ്ച് ആവുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? നണ്ണായിരിക്കും. കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് ആ ഇൻസ്ട്രക്ഷൻ മനസ്സിലാക്കുക, അതൊന്നും ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും ചോദിക്കാറുണ്ട്, ചേഞ്ചായി വന്ന അത്ര ആൾക്കാരുണ്ടെന്നും ചോദിക്കാറുണ്ട്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അടുത്തൊരു കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ഒരു മോഡൽ വരുവാണെങ്കിൽ നമ്മൾ വരച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റിനകത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ നോക്കാം മദറും വൈഫൊക്കെ വന്നിട്ടുണ്ട്. ഒരേ ജനറേഷനുള്ള ആൾക്കാർ വന്നുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആൻസറിലേക്ക് പോകത്തില്ല. അപ്പോൾ നമ്മളത് വരച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ വരച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് അവസാനം നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകൂടെ വരച്ച് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ വരച്ച് തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കാം ഫസ്റ്റ് ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു ആർ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും നോക്കാം. പി ആൻഡ് ക്യൂ മീൻസ് പി ഈസ് വൈഫ് ഓഫ് ക്യൂ. ഫസ്റ്റ് ഡേറ്റ പി ഈസ് വൈഫ് ഓഫ് ക്യൂ. ഓക്കെ ഓക്കെ, അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ക്യൂ പെർസെൻറ്റേജ് എൽ, ക്യൂ പെർസെൻറ്റേജ് ഇപ്പോൾ എ ഈസ് ഫാദർ ഓഫ് ക്യൂ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ഡയറക്റ്റ് ഫാദർ എന്ന് പറയാൻ പറ്റും കേട്ടോ. വരച്ച് നോക്കണ്ട. കാരണം ജെൻഡർ വെച്ചുള്ള എലിമിനേഷനിൽ ബാക്കി 3 പേരും പോയിട്ടുണ്ട്. നമുക്ക് ആൻസർ ഫാദർ എന്ന് പറയാം. കാരണം ക്യൂ എന്നല്ലേ ചോദിക്കുന്നത്. ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു ആർ. പി ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നം വരുമായിരുന്നു. ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു ആർ എന്ന് ചോദിക്കുന്ന സമയത്ത് ക്യൂവിൻ്റെ ജെൻഡർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യൂ പെർസെൻറ്റേജ് എൽ, എ പെർസെൻറ്റേജ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ഫാദർ ഓഫ് ബി എന്നാണ്. അപ്പോൾ ക്യൂ ഈസ് ഫാദർ ഓഫ് എൽ എന്നായിരുന്നത്. ക്യൂ ഒരു ഫാദർ ആണ്. ക്യൂ ഒരു മെയിൽ ജെൻഡറിൽ പെട്ട ആളാണ്. സിസ്റ്ററും മദറും വൈഫും ആകില്ല ക്യൂ ഫാദറേ ആവത്തുള്ളൂ. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് വരും. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് അവിടെ പോസിബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ ക്യൂ ഒരു ഫീമെയിൽ ആയിരുന്നെങ്കിൽ മദറും വൈഫും വരുന്നതുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പ് എടുക്കുമ്പോൾ +1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഞാൻ ഒന്ന് വരയ്ക്കുവാണ്. പി ആൻഡ് ക്യൂ. പി ഈസ് വൈഫ് ഓഫ് ക്യൂ. ഓക്കെ, പി ഈസ് വൈഫ് ഓഫ് ക്യൂ അല്ലേ. ക്യൂ പെർസെൻറ്റേജ് എൽ, ക്യൂ ഇസ് ഫാദർ ഓഫ് എൽ. എൽ ഹാഷ് ആർ, എ ഹാഷ് ബി മീൻസ് എ സിസ്റ്റർ ഓഫ് ബി ആണ്. അപ്പോൾ എൽ ഈസ് സിസ്റ്റർ ഓഫ് ആർ. ആർ ആൻഡ് കെ, ആർ ആൻഡ് കെ വെച്ചാൽ ആർ ഈസ് വൈഫ് ഓഫ് കെ. ആർ ഈസ് വൈഫ് ഓഫ് കെ. ഇതെങ്ങനെയാണ് വരുന്നത്? ക്വസ്റ്റ്യൻ ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു ആർ എന്നേ ചോദിച്ചുള്ളൂ. ക്യൂ റിലേറ്റഡ് ഇപ്പോൾ ആറിൻ്റെ ആരായിട്ട് വരും? ആറിൻ്റെ അച്ഛനായിട്ട് നമുക്ക് എന്താണ് ക്യൂവിന് എടുക്കാൻ പറ്റുന്നത്? ഫാദർ. അതല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആയതും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നോക്കുക, എലിമിനേഷൻ മെത്തേഡ് ചിലപ്പോൾ ഇതുപോലെ പറ്റുവാണെങ്കിൽ ഇതിനെ എടുത്ത് പോകാം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അടുത്തത് ഒരു എന്താ പറയുക, പേപ്പർ കട്ടിംഗ് ആണ്. ഓക്കെ, പേപ്പർ കട്ടിങ്ങിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ പേപ്പർ കട്ടിങ്ങിൻ്റെ ക്വസ്റ്റൻ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ഫോൾഡായിട്ട് അൺഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഓരോ ഫോൾഡായിട്ട് നിങ്ങൾ അൺഫോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഓരോ ഫോൾഡായിട്ട് അൺഫോൾഡ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിറർ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല വരിക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനെ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അൺഫോൾഡ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ടാണല്ലോ ഫോൾഡ് ചെയ്ത് വെച്ചത് ലാസ്റ്റ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതിനെ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? അതാ ഇതിങ്ങനെ ചേർന്നിട്ട് ഇങ്ങനെ വരും. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് മിറർ ഇമേജ് വരും. ഇതെങ്ങനെ കണ്ടോ? എൻ്റെ ലാസ്റ്റ് അൺഫോൾഡ് ഇങ്ങോട്ടാണ്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൻസറിലേക്ക് പോകാൻ പറ്റും. എങ്കിലും നമുക്ക് നോക്കാം. ഇതിനെ അൺഫോൾഡ് ചെയ്ത് നോക്കുകയാണ്. ഇതിനെ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു റെക്റ്റാങ്കിൾ വരും. അതുപോലെ ഇതിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെ വരും. ഇതിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെ വരും. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൻസർ വരുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, കാരണം ഇവിടെയൊക്കെ വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, സ്പ്ലിറ്റ് ആവത്തില്ല. ഇത് ചേർന്നായിരിക്കുന്നത്. ഇത് ചേർന്നിരിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഇത് ഒറ്റേതായിട്ടായിരിക്കും അതിൻ്റെ മിറർ ഇമേജ് വരുമ്പോൾ വരിക. പിന്നെ സ്പ്ലിറ്റ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ 2 ഓപ്ഷൻ ആദ്യമേ കളയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും വരുന്നത് ഇത് കണ്ടോ, താഴെ ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്, മുകളിലോട്ട് ഫേസ് ആയിരിക്കും. താഴെ തന്നെ അവർ താഴോട്ട് ഫേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വരില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. പേപ്പർ കട്ടിങ്, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് സീരീസും പേപ്പർ കട്ടിങ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ അടുത്തത് ട്രയാങ്കിൾ കൗണ്ടിങ് ആണ്. നോർമൽ കൺസെപ്റ്റ് അല്ല, നമ്മൾ സാധാരണ പറഞ്ഞ സിമ്പിൾ അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റിലുണ്ട്. എന്താണ്, നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇത് അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ ട്രയാങ്കിൾ കൗണ്ട് ചെയ്ത് തന്നെ എടുക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 1, 2 ഈ 2 ട്രയാങ്കിൾ എനിക്കറിയാം. പിന്നെ 3, 4 ആ ട്രയാങ്കിൾ ഓക്കെയാണ്. എന്നിട്ട് 5, 6 അത് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് 7, 8 എടുക്കാം. 9, 10, 11 എടുക്കാം. അത് കഴിഞ്ഞിട്ട് 12, 13, 14, 15, 16. ഓക്കെ, 16 ട്രയാങ്കിൾ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഓപ്ഷൻ അതില്ല കേട്ടോ. അങ്ങനെ ഇപ്പം തന്നെ 15 നമുക്ക് ഓപ്ഷൻ തെറ്റാണ്, ഓപ്ഷൻ മിസ്റ്റേക്ക് വരുന്നുണ്ട്. നോക്കുക, 1, 2, 3, 4, 5, 6, 7 പിന്നെ ഇതാ 8, 9, 10, 11, 12, 13, 14, 15, 16 ട്രയാങ്കിൾസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 16 ട്രയാങ്കിൾസ് അവിടെ കിടപ്പുണ്ട്. ആൻസറിൽ ഇല്ലാത്തതാണ് കേട്ടോ. ഇവിടെ ആൻസർ 16 വരും. ഓപ്ഷൻ മിസ്റ്റേക്ക് ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നോക്കാം. എന്തായാലും 16 ആൻസർ വരും. 16 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. ഇതിനകത്ത് ട്രയാങ്കിൾ അല്ല, നമ്മൾ കൗണ്ട് ചെയ്ത ട്രയാങ്കിൾ അല്ലാത്തതൊന്നും വന്നിട്ടില്ല. ലൈൻസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രയാങ്കിൾസ് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസ് ആകുമ്പോൾ നമ്മളൊന്ന്
ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അടുത്തടുത്തുള്ള നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എന്ത് ചെയ്യുക, ഡിഫറൻസ് തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേയൊക്കെ കിട്ടും. കുറച്ച് അകലെയുള്ളതാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ നോക്കേണ്ടി വരും അല്ലേ. ഇവിടെ വരുമ്പോൾ കുറച്ച് അടുത്തടുത്ത നമ്പേഴ്സ് ആദ്യം കിടന്ന് ജസ്റ്റ് നോക്കുക. 23 27 ഡിഫറൻസ് 4 ആണ്. 27 43, 27 അപ്പം 37 16 അല്ലേ, 16 വരുന്നു. 43 79 36 വരുന്നുണ്ട് അല്ലേ, 36 വരുന്നുണ്ട്. 79 143 നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് 2ൻ്റെ സ്ക്വയർ ആണ്, ഇത് 4ൻ്റെ സ്ക്വയർ ആണ്, ഇത് 6ൻ്റെ സ്ക്വയർ ആണ്. ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയർ പോകുന്ന രീതി വന്നിട്ടുണ്ട്. ഇങ്ങോട്ടോടെ വരണം. ഇപ്പോൾ 8ൻ്റെ സ്ക്വയർ 64 കൂട്ടുമ്പോഴേ നമുക്ക് 143 വരുന്നത് കറക്റ്റാണ്. 64 കൂട്ടുമ്പോൾ 143 വരുന്നുണ്ട്. അപ്പോൾ 8ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ എത്ര ആയിരിക്കും കൂട്ടുക? ഇവിടെ 10ൻ്റെ സ്ക്വയർ ആയിരിക്കും കൂട്ടുക, 100 ആയിരിക്കും കൂട്ടുക അല്ലേ. 243. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്, ആൻസർ അതാണ്. ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ലോജിക്ക് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയാണ് ഒരു ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആ ഒരു ഷിഫ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്, സീരീസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതുണ്ടായിരുന്നു, അല്ലാതെ ടൈപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് നമ്പേഴ്സ് വെച്ചുള്ള ലോജിക്ക് വരുന്ന ക്വസ്റ്റ്യൻ, അനലോഗിയുടെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ നിങ്ങൾ എന്താ പറയുക, ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റിന് ടൈം കളയാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.